ഇന്ത്യ ജയിച്ചു, ടെസ്റ്റ് ക്രിക്കറ്റും ജയിച്ചു. ഇന്ത്യ ജയിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ ടെസ്റ്റ് ക്രിക്കറ്റ് ജയിച്ചത്. അത്ര മനോഹരമായിട്ടുള്ള 5 ടെസ്റ്റ് മാച്ചുകൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ, 5 ദിവസം നീണ്ടു നിന്ന ഉശിരൻ പോരാട്ടങ്ങൾ, ടെസ്റ്റ് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഉത്സവം ഒരുക്കിയിട്ടുള്ള ദിവസങ്ങൾ. ടെസ്റ്റ് ക്രിക്കറ്റ് ജയിച്ചു. ഈ ഒരു സീരീസിൽ ഉടനീളമുള്ള പ്രകടനങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒട്ടും സാധ്യതകളില്ല. അതൊക്കെ കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസുകളും പറഞ്ഞോളൂ. ഒന്നാമത്തത്, ഈ സീരീസിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർ അത് ജസ്പ്രീത് ബുംറ അല്ല, അത് മുഹമ്മദ് സിറാജ് ആണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ കാരണം ബുംറ എല്ലാ മത്സരങ്ങളുടെ ഭാഗമായിരുന്നില്ലെങ്കിൽ പോലും ബുംറ ഇല്ലാത്ത എല്ലാ മത്സരങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സിറാജിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിറാജിന്റെ കൺസിസ്റ്റൻസി, ഫിറ്റ്നസ് തുടങ്ങിയവ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ പാളിച്ചകൾ, ചെറിയ ചെറിയ മിസ്ഫീൽഡുകൾ, അല്ലെങ്കിൽ ചില മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്തതിന്റെ പേരിലുള്ള ട്രോളുകൾക്കും അപ്പുറം ആ ഒരാൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുഹമ്മദ് സിറാജ് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലവിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേസ് ബോളർ ആയത്. മറ്റൊന്ന്, വിരാട് കോഹ്ലിയെ നല്ല രീതിയിൽ ഈ ഒരു ടെസ്റ്റ് സീരീസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലല്ല, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ. ഫീൽഡിൽ അത്രമാത്രം അഗ്രഷനും ഫയറും എനർജിയും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു താരം എന്ന നിലയിൽ വിരാട് കോഹ്ലിയെ എന്നെപ്പോലുള്ള കുറച്ച് ആരാധകരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും. MS ധോണിക്കും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇപ്പം ഗില്ലിനും ആ ഒരൊറ്റ ആളാണ്, ആ ഒരൊറ്റ പേരാണ് രവീന്ദ്ര ജഡേജ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇന്ത്യയുടെ ഏറ്റവും പേര് കേട്ട, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ, ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ ഓൾറൗണ്ടർ ഞാൻ തന്നെയെന്ന് വീണ്ടും അടയാളപ്പെടുത്തുകയാണ് ജഡേജ. റൂട്ടിന്റെ റൂട്ട് ക്ലിയർ ആണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇംഗ്ലണ്ടിന്റെ വിജയശില്പിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോ റൂട്ട്. ഉറപ്പായും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺവല അത് ജോ റൂട്ട് മറികടക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പം വിജയത്തിലൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ ഇത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഗൗതം ഗംഭീർ ടെസ്റ്റ് ക്രിക്കറ്റിന് പറ്റിയ പരിശീലകനാണോ? എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ പല അൺപോപ്പുലർ ഒപ്പീനിയൻസും കാണും, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതൊക്കെ കാണും. അതൊക്കെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നിന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.